പ്രമുഖ ദേശചരിത്രകാരനും മികച്ച വായനക്കാരനും ചരിത്ര നിരൂപകനുമായ സുദേവൻ കൽപ്പറ്റ ആണ് ഇന്ന് പടവുകളിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. ശ്രീ സുദേവൻ കൽപ്പറ്റയ്ക്ക് പടവുകളിലേക്ക് സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ പലപ്പോഴും അങ്ങയുടെ പല ആർട്ടിക്കിളുകളും ശ്രദ്ധിക്കുമ്പോൾ, നിരൂപണ കൃതികളും ലേഖനങ്ങളും ശ്രദ്ധിക്കുമ്പോൾ സാർ ഈ ദേശചരിത്രവുമായി ഇഴചേർന്ന് നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഈ നാട്ടുചരിത്ര ദേശചരിത്ര സംസ്കൃതിയിലെ ഒരു ഭാഗമാവാൻ സുദേവൻ കൽപ്പറ്റയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമായിട്ട് ഞാൻ ഈ ഒരു നാട്ടുകാരനല്ല, കൽപ്പറ്റയാണ് പേര് സൂചിപ്പിക്കുന്നത്. സ്വദേശം കൽപ്പറ്റയാണ്. പിന്നെ എൻ്റെ വൈഫ് ഹൗസാണ് ഇവിടെ ചെർപ്പളശ്ശേരിയുള്ളത്. അപ്പം ആദ്യം വളരെ ചെറുപ്പകാലം തൊട്ട് ഈ ഒരു പ്രദേശത്തിനോട് സംസ്കൃതി താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ മായന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒറ്റപ്പാലടുത്ത്. അവിടെ എൻ്റെ ഫാദറിൻ്റെ കൂടെ ജോലി ചെയ്തൊരു അങ്കിളുണ്ട്. എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അപ്പം അവരുടെ വീട്ടിലൊക്കെ വളരെ പണ്ട് തന്നെ ഞാനങ്ങനെ വരികയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ വരികയായിരുന്നു, വെക്കേഷൻ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെ വരുമ്പോൾ തന്നെ ഈ നിളാനദിയും പിന്നെ ഈ കാവുകളും ഒക്കെ കണ്ട്, ഒരുപാട് കാവുകളൊന്നും പോയിട്ടില്ല. അവിടെ ഒരു മായന്നൂർ കാവ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ പോവുമായിരുന്നു. അവിടെ വേലയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോവും. പിന്നെ തിരുവിൽവാമല അമ്പലം, നിരവധിയായ ക്ഷേത്രങ്ങളിൽ അങ്ങ് ഇതിനകം തന്നെ ചരിത്രപരമായ യാത്രകൾ നടത്തിയിട്ടുണ്ട്. തീർത്ഥാടന യാത്രയാണ് ചരിത്രയാത്ര അങ്ങയെ സംബന്ധിച്ചിടത്തോളം. തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്നുള്ള ശൈലിയിലല്ല ഞാൻ പോകുന്നത്. അല്ല, അങ്ങ് ചരിത്രാന്വേഷിയായിട്ട് ഒരു പഠനം എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത്. പിന്നെ കലാ ആസ്വാദനം. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും, ചുവർച്ചിത്രം, പിന്നെ ശില്പങ്ങളുണ്ടാവും, പിന്നെ അതിൻ്റെ ഐതിഹ്യം ഉണ്ടാവും, ചിലപ്പോൾ ചരിത്രം, അത്തരം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതിനായിട്ട് നമുക്ക് പുസ്തകം എഴുതാനൊന്നും ഉള്ള അത്രമാത്രം ഒരു കെൽപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ എഴുതും. ലൈബ്രറി സയൻസിൽ മാസ്റ്റർ ബിരുദം നേടിയ ലൈബ്രറി സയൻസ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഓപ്ഷണലാണ്. ലൈബ്രറിയന്മാർ വായിക്കുന്നവരുണ്ട്, വായിക്കാത്തവരുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ നമ്മൾ ഫേസ്ബുക്കിൽ എഴുതുന്നതാണ് കുറേയും കൂടെ നല്ലത്. പിന്നെ ബ്ലോഗുണ്ട്. അപ്പം ഇതിലൊക്കെ നമ്മൾ എഴുതാറുണ്ട് എന്നെ സംബന്ധിച്ച്. പിന്നെ വ്ളോഗൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനുള്ളൊരു പ്ലാനൊന്നുമില്ല. അത്രയ്ക്ക് സീരിയസ് ആയിട്ടിത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അത്യാവശ്യം ഫേസ്ബുക്കിൽ എഴുതും. പിന്നെ ബ്ലോഗുണ്ട്, അതിലെഴുതും. അപ്പോൾ ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള ആളുകൾ വായിക്കട്ടെ എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇപ്പം ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ശില്പകലകൾ, പിന്നെ ചുവർച്ചിത്രങ്ങളെ കുറിച്ച് ഒക്കെ അങ്ങനെ എഴുതാറുണ്ട്. ഈ ചുവർ ചിത്രകലയെ ഇത്ര പ്രണയിക്കാൻ എന്താ കാരണം? ചുവർ ചിത്രകല എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അത് താനെ വന്നത്. ഇപ്പം എൻ്റെ ഒരു മാമനുണ്ട്. മാമൻ വരയ്ക്കും. മധുസൂദനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൽപ്പറ്റക്കാരനാണ്. അതെ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി റിട്ടയറായി. അദ്ദേഹം വരയ്ക്കും, നന്നായി വരയ്ക്കും അതൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ചുവർച്ചിത്രങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ശശിഭൂഷൺ സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ, അതെ, സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സാറിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് ബിബ്ലിയോഗ്രഫി കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ തേടി പിടിച്ച് വായിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വായിച്ചതിന് ശേഷമാണ് ചുവർച്ചിത്രങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനോ ഒക്കെ പഠിക്കാനും തുടങ്ങി. അതെ. അങ്ങനെയാണ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് വരയ്ക്കാനൊന്നും ഇപ്പോഴും അറിയില്ല. അങ്ങനെ താല്പര്യമില്ല കേട്ടോ, വരയ്ക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ സാങ്കേതികതകൾ മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഉള്ളത്. ഈ നാട്ടുചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേശചരിത്രങ്ങളെക്കുറിച്ച് എന്താണ് സുദേവൻ കൽപ്പറ്റയ്ക്ക് പറയാനുള്ളത്?
നമ്മൾ ഓരോ ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ഈ നാട്ടുചരിത്രങ്ങൾ നാട്ടുവിശേഷങ്ങൾ പിന്നെ അതുകൂടാണ്ട് ഈ ഇപ്പം എന്താ പറയുക നമ്മളെ അടയ്ക്കാപുത്തൂർ കണ്ണാടി ഇപ്പം കൃഷ്ണകുമാർ ഏട്ടനുണ്ട് എൻ്റെ സുഹൃത്താണ് അടയ്ക്കാപുത്തൂർ കൃഷ്ണകുമാർ. അപ്പം ഞാൻ അവിടെ പോയി, അതായത് ഏതെങ്കിലും ഒരു നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ആ ദേശചരിത്രം പിന്നെ അനാവരണം ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണ്? അതെ 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 അതെ. അടയ്ക്കാപുത്തൂർ കണ്ണാടി, അടയ്ക്കാപുത്തൂർ കണ്ണാടിനെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇപ്പം നമുക്ക് പലർക്കും അറിയില്ല മലബാറിന് സ്വന്തമായിട്ടൊരു ആറന്മുള കണ്ണാടി ഉണ്ടെന്ന്. നമുക്ക് ആറന്മുള കണ്ണാടിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. പക്ഷേ അടയ്ക്കാപുത്തൂർ കണ്ണാടിനെ കുറിച്ച് ഇപ്പം കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആദ്യം വായിച്ചു അതിനെക്കുറിച്ച്, പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ നിർമ്മിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ശ്രീധരേട്ടനുണ്ട്, തോട്ടര കത്തികൾ, തോട്ടര കത്തി, ശ്രീധരേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ തോട്ടര കത്തി ഫേമസാ. അതെ അതെ അതെ. അത് തന്നെ പലതരം കത്തികളുണ്ട്, വെറൈറ്റി ഉണ്ട്. പക്ഷെ ഇപ്പം അവരത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ, അതായത് പാരമ്പര്യമായി നിർമ്മിക്കപ്പെടുന്നവയ്ക്ക് വലിയ സ്ഥാനം വിപണിയിൽ ലഭിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ വില കുറഞ്ഞ സാധനങ്ങൾ വിപണിയിൽ വരിക, പാരമ്പര്യ തൊഴിലുകൾ കൈമോശം വരിക. അതെ, മനസ്സിലായി. അല്ല, ഇത് കത്തിയാണെങ്കിലും പിന്നെ ഈ കണ്ണാടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് അധ്വാനമുണ്ട്. അതുകൊണ്ടാണ് അതിനത്രയും വില കൂടുന്നത്. അതെ. പക്ഷേ ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പം അത് വാങ്ങും. അതെ, അത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ തോട്ടര കത്തീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയുടെ മുകളിൽ നാഗൻ എന്നുള്ളൊരു എന്താ പറയുക സീല് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക്. നാഗൻ അത് അവരുടെ മുത്തശ്ശനാണ്. അതെ അതെ. അതായത് ഈ അവരുടെ ഒരു കുലം തന്നെ അങ്ങനെയാണല്ലോ, ഇരുമ്പ് നിർമ്മാതാക്കളാണ്, ഇരുമ്പിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അത് ആ ഭാഗത്ത് പണ്ട് ഒരുപാട് ഇരുമ്പ് ഖനനം, ഇരുമ്പ് അയിര് ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പൊ രാജേന്ദ്ര മാഷിന്റെ ഒക്കെ പുസ്തകത്തിൽ, രാജേന്ദ്ര മാഷിന്റെ ഒക്കെ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവിടെ ഈ ഇത്തരം ഈ വ്യവസായങ്ങൾ വരാനും ഉള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, ഇപ്പോൾ കരിമ്പുഴ ഭാഗത്തൊക്കെ പണ്ട് ഇങ്ങനെ ഈ ഇരുമ്പയിര് എടുത്തിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയും, വളരെ കാലങ്ങൾക്ക് മുമ്പ് കാലാന്തരങ്ങൾ. അതെ അതെ. ഇവിടെ ഇപ്പോൾ ഞാൻ അങ്ങയെ നിരീക്ഷിക്കുമ്പോൾ, സുദേവൻ കൽപ്പറ്റ എന്ന് പറയുന്ന വ്യക്തിയെ നിരീക്ഷിക്കുമ്പോൾ, അങ്ങ് എല്ലാ പ്രദേശങ്ങളിലും ഒരു അന്വേഷണത്തോടുകൂടി സഞ്ചരിക്കുന്ന ആളാണ്, സഞ്ചാര സാഹിത്യകാരൻ കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. സഞ്ചാര സാഹിത്യം ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പുസ്തകങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല, ഇങ്ങനെ ബ്ലോഗിലും. ഞാൻ ചോദിക്കുന്നത് പുതിയ കാലത്തെ സഞ്ചാര സാഹിത്യം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെ, നമുക്ക് ഇപ്പൊ ദൂരത്തേക്കൊന്നും എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാൻ തന്നെ വളരെ ദൂരത്തേക്ക് നടത്തിയ യാത്രകളൊക്കെ വളരെ കുറവാണ്. ഒരു മാസം ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ MLIC കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് പോയി. അപ്പോൾ ഒരു മാസം കൊണ്ട് മാക്സിമം കറങ്ങാവുന്ന സ്ഥലമൊക്കെ കറങ്ങി. അത് ഇപ്പോഴൊന്നുമല്ല, PG കഴിഞ്ഞതിന് ശേഷമുള്ള. പിന്നെ ഒരിക്കൽ മധ്യപ്രദേശിൽ പോയിട്ടുണ്ട്, ഭോപ്പാൽ. പിന്നെ ഒരിക്കൽ എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ അതിനോടനുബന്ധിച്ചൊന്ന് ഗുജറാത്തിൽ പോയിട്ടുണ്ട്. പിന്നെ മധുര, പഴനി, രാമേശ്വരം, അതൊക്കെ എല്ലാവരും പോകുന്നതാണല്ലോ. പക്ഷെ അതൊന്നും ഞാനൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. ബംഗാൾ യാത്രയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എഴുതാൻ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള ഈ ക്ഷേത്രങ്ങളും. പനംകുരിശിക്കാവ്, അതെ അതെ, പനംകുരിശിക്കാവ് അതൊരു ഐതിഹ്യമുള്ള ഒരു സ്ഥലമാണ്. അതെ അതെ, നാരായണത്തുഭ്രാന്തനുമായി ബന്ധപ്പെട്ട. അതെ, അവിടെ പോയിട്ടുണ്ട്, പനംകുരിശിക്കാവിൽ പോയിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. അവിടെ നിന്ന് ദേവി നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കൂത്തുമാടത്തേക്ക് ദേവി നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രദേശം, ഒരു മാളിക ഉണ്ട് അവിടെ. അത് ആ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് ഈ തോൽപ്പാവക്കൂത്ത് നടക്കുമ്പം അവിടെ നിന്ന് ദേവി നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നാണ്. അതിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു ക്ഷേത്രം ആണ് അവിടെ. അത് ഞാൻ വേറെ ക്ഷേത്രയാത്രകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? ക്ഷേത്രയാത്രകളിൽ ഏറ്റവും ശ്രദ്ധേയമായ വള്ളുവനാടൻ ക്ഷേത്രയാത്ര അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുത്തശ്ശേർക്കാവ്, മുതുതല. അതെ.
പിന്നെ പനംകുറിശി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പനംകുറിശിക്കാവ്, പിന്നെ തിരുമിറ്റക്കോട്, ആറങ്ങോട്ടുകര, അങ്ങനെ ഒരുപാടുണ്ട്. മുണ്ടമുഖ, ഇപ്പം മുണ്ടമുഖ ശാസ്താക്ഷേത്രം, അതെ അതെ അതെ. അത് സ്കൂളിൽ അതെ അതെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ മാൻമാർക്ക് കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്ന് തന്നെ ഈ സ്ഥലമൊക്കെ ഉണ്ടോ, ഉണ്ടെങ്കിൽ കാണണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ വാണിയംകുളത്ത് ജോലി കിട്ടിയ സമയത്ത് ഇവിടെ അടുത്താണ് ഈ മുണ്ടായെന്നും പറയുമല്ലോ, ആ അന്ന് കാണണം എന്നൊരാഗ്രഹം. അങ്ങനെ അവിടെ പോയി. അടുത്താണ് ഷൊർണൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. ആ അത്രേ ഉള്ളൂ, ഒരു ഗ്രാമം പ്രദേശമാണ്, നിളയുടെ തീരാണ്. അപ്പം അതിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ക്ഷേത്രവും ശാന്തി ചെയ്തിരുന്നു. ശാന്തി ചെയ്യുന്ന ക്ഷേത്രം, പിന്നെ അതിനോട് അപ്പുറത്തൊരു വാര്യം ഉണ്ട്. അപ്പം അവിടെ ഉള്ളൊരു ഒരു ഒരു സ്ത്രീ ആയിരുന്നു അദ്ദേഹം പ്രണയിച്ചത് ആദ്യം. അപ്പോൾ ആ വാര്യവും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ആ ഒരു തീയാടി പെൺകുട്ടി അദ്ദേഹത്തിന് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഒരു ആല് നിന്ന സ്ഥലമുണ്ട്. ആല് പക്ഷെ മറിഞ്ഞു വീണു. ആ സ്ഥലം ഒക്കെ ഞാൻ പോയിട്ട് കണ്ടു. അത് BT ഭട്ടതിരിപ്പാടിന് അക്ഷരം കുറിച്ചു കൊടുത്ത അമ്പലമാണ്. അതെ അതെ അതെ. അതിൻ്റെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ആല് ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അത് പിന്നെ മറിഞ്ഞു വീണു എന്ന് പറഞ്ഞു. പിന്നെ ആ തോണിക്കടവ് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അങ്ങ് മുത്തശ്ശിയാർക്കാവിനെ കുറിച്ച് പറഞ്ഞു. ഒരു ദേശ സംസ്കൃതിയുടെ ഒരു നെടുങ്ങനാട് ദേശം, ഒരു പ്രദേശം, ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഉൾപ്പെടുന്ന നെടുങ്ങനാട് പ്രദേശമുണ്ട്. അതിൻ്റെ ചരിത്ര സ്മരണകൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മുത്തശ്ശിയാർക്കാവ്. അവിടെയൊക്കെ പോയപ്പോൾ ഒരു മുത്തശ്ശിയാർക്കാവിൽ പണ്ട് അവിടെ ഒരു ഈ അജബലി നടന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതിൽ അന്നത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള ഒരു ദേവകി അമ്മ, അവരാണത് തടഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആടിനെ വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ഇവർ സ്വന്തം കഴുത്ത് കാണിച്ചു കൊടുത്തത്, എന്നെ വെട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മൃഗബലി തടഞ്ഞു. അതിനുശേഷം പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ആചാരങ്ങൾ, അതൊക്കെ ആചാരങ്ങൾ പലതൊക്കെ മാറിയിട്ടുണ്ട്. നവോത്ഥാന പ്രവർത്തനങ്ങളിലേക്ക് ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ സങ്കീർണമായ രീതിയിലും ഉണ്ടായിരുന്നല്ലോ, പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ കാലാന്തരത്തിൽ മാറ്റം വന്നു. പുതിയ സാത്വിക രീതിയിലുള്ള ക്രമങ്ങൾ വന്നു അല്ലേ? അതാവും കൂടുതൽ യോജിക്കുന്ന ഭാഷ തോന്നുന്നു അല്ലേ? അപ്പോൾ പിന്നെ വേറൊരു കാര്യം, അങ്ങ് ഈ ഇംഗ്ലീഷ് വളരെയധികം ഫ്ലുവൻ്റായിട്ട്, ഇംഗ്ലീഷ് ഫ്ലുവൻസിയാണ് അങ്ങയുടെ പ്രത്യേക വൊക്കാബുലറി. ഒരു പ്രത്യേക രീതിയിലുള്ള കരവിരുതുകളും മെയ്വഴക്കത്തോടെയും അല്ലെങ്കിൽ ഭാഷാ നൈപുണ്യത്തോടു കൂടിയും ഒരു എഫിഷ്യൻസി കാണിക്കാറുണ്ട് ഇംഗ്ലീഷിൽ. എങ്ങനെയാണ് അത്? അല്ല, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കാര്യമല്ല, ഞാൻ കൂടുതൽ വൊക്കാബുലറി ആ ഒരു ബേസിലാണ് ഞാൻ കൂടുതൽ. എനിക്ക് അത്തരം കാര്യങ്ങളിലാണ് കൂടുതൽ താല്പര്യം. ഒന്നാമത് അങ്ങനെ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു അതല്ല ഞാൻ പറയുന്നത്. കൂടുതൽ ഈ പദസമ്പത്ത് എന്നൊക്കെ പറയാം, വൊക്കാബുലറി, എനിക്ക് അതിലൊക്കെയാണ് കൂടുതൽ താല്പര്യം. അതങ്ങനെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു, ജയശ്രീ എന്ന്. അവരാണ് ഇംഗ്ലീഷ് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലോണം പ്രോത്സാഹിപ്പിച്ചു. എങ്ങനെ വായിക്കണം, അപ്പം വായിച്ച് അറിയാത്ത വാക്കുകൾ എഴുതി വെക്കുക. വാക്കുകൾ മാത്രമല്ല, ഒരുപാടുണ്ടാവുമല്ലോ, ഫ്രേസുകൾ ഉണ്ടാവും, ഇഡിയംസ് ഉണ്ടാവും, പല എക്സ്പ്രഷൻസ്, അതൊക്കെ എഴുതി വെക്കണം. ഇഡിയംസ് ഒക്കെ വളരെ ഇപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടോ? അത് ഡയറിയിൽ നമ്മളത് എഴുതി വെക്കും. അത് ഒരുപാട് വർഷത്തെ എഴുതി വെക്കുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്ന ഒപ്പം തന്നെ പുസ്തകങ്ങളും എല്ലാം വായിക്കുമല്ലോ. ഇപ്പം പത്രമാണെങ്കിലും ബുക്സ് ആണെങ്കിലും എല്ലാം വായിക്കുന്ന സമയത്ത് അറിയാത്ത ഇഡിയംസ്, ഫ്രൈസസ്, പിന്നെ മിത്തുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എഴുതി നമ്മൾ ഡയറിയിൽ എഴുതി വെക്കും. അങ്ങനെ കുറേ നാളത്തെ ഡയറി ഉണ്ട് കയ്യിൽ. പിന്നെ അത് എല്ലാം കൂടെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീം ബേസ് ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ട് ഒക്കെ വെക്കും. കുറച്ച് പാടുള്ള പണിയാണ്, എങ്കിലും നമ്മളൊരു പാഷൻ ഉള്ളവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? അത് ഓരോ അതെ. നമ്മളിപ്പം എന്താ പറയുക, ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം ഇംഗ്ലീഷ്, ക്ലാസ് റൂം വൊക്കാബുലറി, അതുപോലെ തന്നെ എന്താ പറയുക ക്രൈം വൊക്കാബുലറി, കുറ്റകൃത്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ, അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അത് പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്.
വായിക്കുന്ന സമയത്ത് നമുക്കറിയാത്ത വാക്കുകളൊക്കെ റാൻഡമായി കാണുമ്പോൾ എല്ലാം എഴുതി വെക്കും. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതെല്ലാം മറ്റൊരു പുസ്തകത്തിൽ ഇതെല്ലാം കൂടെ ക്ലാസിഫൈ ചെയ്ത് ഓരോ സബ്ജക്റ്റ് വെച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതി വെക്കും. അതൊരു ഹോബി. അതൊരു ഹോബി. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴും അതിങ്ങനെ നടക്കുന്നുണ്ട് ആ ഒരു പ്രവൃത്തി. ഇപ്പം പിന്നെ ഡയറി എഴുത്തൊന്നും ഇല്ല, മൊബൈലിലൊക്കെയാണ് എഴുതി വെക്കാറ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എഴുതി. മനോരമയിൽ പഠിപ്പുര എന്ന് പറഞ്ഞിട്ട് പഠിപ്പുര പങ്ക്തിയുണ്ട്, മലയാള മനോരമയുടെ പഠിപ്പുര പങ്ക്തിയിലകത്ത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കോളം എഴുതി. കോളം ഇഷ്ടമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. എഴുതിയിരുന്നു. സുദേവൻ കൽപ്പറ്റ എന്ന് പറയുന്ന അതിൽ ഞാൻ അങ്ങനെ എഴുതിയിരുന്നു. പഠിപ്പുരയിലെ മലയാള മനോരമയുടെ പഠിപ്പുരയിൽ വിദ്യാർത്ഥികൾക്കായി പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു, വൊക്കാബുലറി, ഇംഗ്ലീഷ് വൊക്കാബുലറി, ശ്രീ സുദേവൻ കൽപ്പറ്റ. ഇവിടെ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പുതിയ ഒരു കാലത്ത് വളരെയധികം ഇൻറ്റിമസി പുലർത്തുന്നുണ്ട് ആളുകളുമായി. അടുപ്പം എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ത്വര കാണിക്കുന്നു. എന്താ അതിൻ്റെ ഒരു കാരണം? ഇംഗ്ലീഷ് അറിയാതെ ലോകം അറിയില്ല. ഇംഗ്ലീഷ് അറിയാതെ പിന്നെ ലോകം അറിയാൻ പറ്റില്ലല്ലോ. അത് പലതരത്തിൽ പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആൾക്കാരുടെ താല്പര്യം. ഇപ്പം ചിലർക്ക് ഇപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, ഇപ്പം അവർക്ക് ഇപ്പോൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് അറിയാൻ താല്പര്യം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സംസാരം എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും അവർക്ക് പഠിക്കാൻ താല്പര്യം. ചിലവർക്ക് അതിൻ്റെ ലിറ്ററേച്ചർ, അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാം. ചിലവർക്ക് അതിൻ്റെ ഭാഷ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോ ആൾക്കാർക്ക് ഓരോ താല്പര്യങ്ങളായിരിക്കും. അതെ. അപ്പോൾ എന്താണ് അവരുടെ താല്പര്യം എന്നനുസരിച്ചിട്ട് ഇരിക്കും അവരുടെ ഈ പഠനം. അതായത് അഭിരുചിക്ക് അനുസരിച്ച്. അതെ. ഇപ്പം എല്ലാവർക്കും ഇപ്പം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് മണിമണിയായി സംസാരിക്കുന്ന ആൾക്കാർക്ക് ലിറ്ററേച്ചറിൽ അറിവ് ഉണ്ടാവണമെന്നില്ലല്ലോ. അതാ ഓരോ ആൾക്കാരുടെ താല്പര്യമാണ്. അപ്പോൾ ഈ ലിറ്ററേച്ചർ എഫിഷ്യൻസി അല്ല, ഞാൻ ലാംഗ്വേജ് എഫിഷ്യൻസി. അതെ, ലാംഗ്വേജ് എഫിഷ്യൻസി തന്നെ. ലാംഗ്വേജ് എഫിഷ്യൻസി തന്നെ കേവലം സംസാരിക്കാനുള്ള അതൊരു ലെവല്. പിന്നെ നമ്മൾ അതിന്റെ തന്നെ ആഴത്തിലേക്ക് അതിന്റെ എറ്റിമോളജി, ഓരോ വാക്കുകൾ എങ്ങനെ ഉണ്ടായി. ഇപ്പൊ ഞാൻ പറയട്ടെ സാർ, ഒറിജിൻ ഒരു വേർഡിന്റെ ഒറിജിൻ അന്വേഷിക്കുന്നതിന് മുന്നേ ഇതിനെ എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ഭാഷാ പഠിതാവ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണർ എന്നുള്ളതിലേക്ക് അവൻ ഇതിന്റെ ഒറിജിൻ അന്വേഷിക്കാൻ പോവില്ല. ഇല്ല, പോവില്ല. അവൻ ചെയ്യുന്നത് അവന്റെ കാര്യം നടക്കണം എന്ന് പറഞ്ഞാൽ കൺവെർസേഷൻ ക്ലിയർ ആയിരിക്കണം, അത്രേ ഉള്ളൂ. ബസ് ദാറ്റ്സ് ഓൾ. വേറെ അതിനകത്ത് ഒരു കാര്യം വരുന്നില്ല. അത് ഓരോ ആൾക്കാരുടെ താല്പര്യം അനുസരിച്ച് ചിലർക്ക് അത് വളരെ ഡീപ്പായിട്ട് പോകണമെന്ന് താല്പര്യം ഉണ്ടാവും. ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഷാ പഠിതാവിനെ കുറിച്ച്, ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം ഇംഗ്ലീഷ് ഭാഷ, അപ്പം അങ്ങയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കുറേയൊക്കെ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്നതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും എഴുതുകയും ചെയ്യുന്ന, നിരന്തരം സംവദിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുക, എങ്ങനെയാണ് ഒരു പ്രാഥമിക സ്റ്റെപ്പിൽ ഇംഗ്ലീഷ് പഠിക്കുക? പുസ്തകങ്ങൾ വായിച്ച് തന്നെ, പുസ്തകങ്ങൾ വായിക്കുക. പിന്നെ സിനിമകൾ കാണാൻ പറ്റുകയാണെങ്കിൽ സിനിമകൾ കാണുക, ഇംഗ്ലീഷ് സിനിമകൾ കാണുക. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെവലുള്ള പുസ്തകങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷ് നോവൽസ്, അതുപോലെ തന്നെ ക്ലാസിക്കുകളൊക്കെ റീടോൾഡ് ചെയ്തിട്ടുണ്ട്. ആ റീടോൾഡ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും. അത്തരം റീടോൾഡ് ബുക്സ് വായിച്ചിട്ട് വായന തുടങ്ങാം. റീടോൾഡ് പുസ്തകങ്ങൾ അങ്ങനെ വായിച്ചിട്ട് തുടങ്ങാം. പിന്നെ ക്രമേണ പിന്നെ എന്താ പറയുക, ക്ലാസിക്കിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്ലാസിക്കൊക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വായനയോട് മടുക്കും, ഇട്ടേച്ച് പോകും. അപ്പം അതുകൊണ്ട് ഇത്തരം എളുപ്പത്തിലുള്ള പുസ്തകങ്ങൾ, റീടോൾഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ ഒക്കെ വായിച്ച് ക്രമത്തിലേ നമുക്ക് ഇതിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഈ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്നൊക്കെ നമ്മളിപ്പോൾ പൊതുവെ അറിയപ്പെടുന്ന ആ പുസ്തകങ്ങളിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഉദാഹരണത്തിന് നമ്മൾ പരമാവധി ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. തെറ്റായാലും സംസാരിക്കുക. അതെ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ തന്നെ ഭാഷ സ്വായത്താക്കാൻ പറ്റില്ല. നമ്മൾ പരമാവധി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. സംസാരിച്ചിട്ട് തന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ അതങ്ങനെ സംസാരിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകണം, അല്ലേ? അതാണ് പറയാനുള്ളത്. ഇപ്പോൾ അങ്ങ് കോളേജ് വിദ്യാഭ്യാസം എവിടെയായിരുന്നു? എൻ്റെ കലാലയ വിദ്യാഭ്യാസം കലാലയ വിദ്യാഭ്യാസം ഞാൻ BA പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിൽ. അപ്പോൾ എൻ്റെ ഫാദറിന് FACT-യിലായിരുന്നു ജോലി, ഉദ്യോഗമുണ്ട്. കളമശ്ശേരി അടുത്ത്. അപ്പം ഞങ്ങൾ
ഞാൻ 6th സ്റ്റാൻഡേർഡ് വരെ വയനാട്ടിൽ പഠിച്ചു. പിന്നെ 7th അവിടെ പോയി ചേരുക ചെയ്ത്. പിന്നെ സ്കൂൾ അവിടെ FACT ഹൈസ്കൂളിലാണ്. പിന്നെ 7th സ്റ്റാൻഡേർഡ് അവിടെ ഒരു വെസ്റ്റേൺ സ്കൂള്, പിന്നെ FACT ഹൈസ്കൂള്, പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി സെൻറ്റ് പോൾസ് കോളേജ് കളമശ്ശേരി, പിന്നെ ഡിഗ്രി മഹാരാജാസ് കോളേജ് മലയാളമായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ അച്ഛൻ അവിടുന്ന് ഫാക്ടറിയിൽ അവിടുന്ന് റിട്ടയറായി. പിന്നെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ വന്നു, കൽപ്പറ്റയ്ക്ക് തന്നെ വന്നു. അവിടെ നമ്മൾ തറവാട്ടിൽ തന്നെ സെറ്റിലായി. പിന്നെ അപ്പോൾ ഞാൻ PG ചെയ്തത് യൂണിവേഴ്സിറ്റിയിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. MA മലയാളം അല്ല, ലൈബ്രറി സയൻസ്. MLC, മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ്. അതെ അതെ. അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം ഒരു നല്ലൊരു അന്തരീക്ഷം. അത് നമ്മൾ അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിലെ പഠനം എന്ന് പറഞ്ഞാൽ ക്യാമ്പസ് ജീവിതവും കലാലയ ജീവിതത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന കലാലയ ആസ്ഥാനത്ത് പഠിക്കും. അതെ അതെ. നമ്മൾ ഒരുപാട് ആളുകളായിട്ട് അക്കാഡമിഷ്യൻസുമായി സംവദിക്കാൻ മാത്രമല്ല, പല എന്താ പറയുക, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇടപഴകാനും അവരുടെ അനുഭവങ്ങളൊക്കെ അറിയാനും അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഈ ഞാൻ തിരിച്ചു വരാം, ഈ നാട്ടുചരിത്രങ്ങളിലെ പുതിയ ആളുകളിലേക്ക് എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? നാട്ടുചരിത്രം പഠിക്കാനുള്ള ചില സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? നാട്ടുചരിത്രം പഠിക്കണമെങ്കിൽ പിന്നെ കുറച്ച് പുസ്തകങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പം പള്ളിക്കരളം, ഇപ്പം നമ്മൾ വള്ളുവനാടിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണ്. ഇപ്പോൾ പിന്നെ രാജേന്ദ്ര മാഷിൻ്റെ പുസ്തകങ്ങൾ, ഡോക്ടർ എസ് രാജേന്ദ്രനാണ് അതിൽ പ്രധാനി. അതെ അതെ അതെ. നാട്ടുചരിത്രകാരൻ എന്നുള്ള ചരിത്രകാരനാണ് അദ്ദേഹം. അതെ അതെ. പിന്നെ പള്ളിക്കരളം ബാലകൃഷ്ണൻ, പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ്, അങ്ങനെ പുസ്തകങ്ങൾ ഉണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ നമ്മൾ വെറുതെ വായിച്ചിട്ട് കാര്യമല്ല, അത് യാത്ര ചെയ്യണം. പിന്നെ രാജൻ ചുങ്കത്ത് സാറ്, അപ്പോൾ നമ്മൾ വെറുതെ പുസ്തകം ഇങ്ങനെ വായിച്ചിട്ട് കാര്യമല്ല, അതിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യുക. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട്, അവിടെ ആൾക്കാരായിട്ട് നേരിട്ട് അവിടെയുള്ള ആൾക്കാർ, അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന ആളുകൾ, പിന്നെ അമ്പലത്തിലുള്ള പൂജാരിമാർ, ജീവനക്കാർ, അവരോടൊക്കെ ആയിട്ട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ ചെയ്യണം. അതല്ലാതെ വെറുതെ നമ്മൾ പുസ്തകം മാത്രം വായിച്ചിട്ട് കാര്യമില്ല, യാത്ര ചെയ്യണം. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ദൂരത്തേക്കൊന്നും നമുക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ടും പിന്നെ നമുക്ക് ലീവിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടും ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ക്ഷേത്രങ്ങളും, അതുപോലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല കൾച്ചറൽ സെൻറ്റേഴ്സ്, അവിടെയൊക്കെ നമുക്ക് ഈ സാംസ്കാരിക സ്ഥാപനങ്ങൾ, വ്യക്തികൾ, അങ്ങനെ സ്ഥല പ്രമുഖർ, ഇവരുമായിട്ടുള്ള ഒരു ആശയ സംവാദത്തിലൂടെയാണ് ചരിത്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചരിത്രകാരൻ, ദേശചരിത്രകാരൻ എന്നുള്ളൊരു വിദ്യാർത്ഥി നിലയ്ക്ക് നമ്മൾ ചെയ്യാവുന്നത് ഇത്തരത്തിലുള്ള പ്രാദേശികമായ വായനശാലകൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, മഹൽ, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഒരു സംവേദനം നടത്തുക, അല്ലേ? ആശയ സംവാദം. അതിലൂടെയാണ് നമ്മൾ ചരിത്രം അറിയാൻ പറ്റും. അതെ അതെ. പിന്നെ യാത്ര ചെയ്യണം. ഓരോ സ്ഥലത്തുള്ള ഗ്രാമീണ വായനശാലകൾ, അതിനെ ചുറ്റുപറ്റി ഒരു സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ പറഞ്ഞത്, ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ടാവും. ഇപ്പം കാറൽമണ്ണ ലൈബ്രറിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ വാഴയങ്കട അവിടെ ഒരു പിന്നെ സ്മാരകമുണ്ട്, അവിടെ കഥകളി നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രസാദ് മാഷ് ഞാൻ പ്രസാദ് മാഷൊക്കെ ആയിട്ട് ഞാൻ ഇവിടുന്നാണ് പരിചയപ്പെട്ടത്. അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പം അവിടെ ഉള്ളൊരു സാംസ്കാരിക കൂട്ടായ്മ, ഒരു സാഹിത്യ കൂട്ടായ്മ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അങ്ങയുടെ കുടുംബം? ദിവ്യ എന്നാണ് വൈഫിൻ്റെ പേര്. പിന്നെ അവർ എന്ത് ചെയ്യുന്നു? KSFയിൽ വർക്ക് ചെയ്യണം. പിന്നെ മോള് ദിയ ഇപ്പം LKG പഠിക്കുകയാണ്. ഇപ്പം ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം UKGയിലേക്കാവും. ഒരു മോള് ചെർപ്പളശ്ശേരിയിലാണ് കല്യാണം കഴിച്ചിട്ട്. അതെ അതെ. വെള്ളിനേഴി. ഇപ്പോൾ ഞങ്ങൾ അച്ഛൻ അമ്മ മരിച്ചു. ഇപ്പോൾ ഒരു 3 വർഷത്തിനുള്ളിൽ ആദ്യം അമ്മ മരിച്ചു, പിന്നെ അച്ഛൻ മരിച്ചു. കുഞ്ഞനന്ദൻ. പിന്നെ ജ്യേഷ്ഠൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യണം.
അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് എന്തിലാ യൂണിവേഴ്സിറ്റിയിൽ? അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ. പേരെന്താ? സുധീർ. അപ്പോൾ ഈ സുദേവൻ കൽപ്പറ്റ എന്ന് പറയുന്ന ചരിത്രകാരൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേഖലയിലെ ഒരു നവാഗതൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മലയാള മനോരമയിലൂടെ വൊക്കാബുലറി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് പംക്തികൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല വള്ളുവനാടൻ ക്ഷേത്രങ്ങളിലൂടെ ഒരു ചരിത്രാന്വേഷണ യാത്ര നടത്തിയ ഒരു മനുഷ്യനാണ്. നീളാനദിയിലൂടെ ചരിത്രയാത്ര നടത്തിയ ഒരു മനുഷ്യനാണ്. ദേശചരിത്രം ഏറെ ഇഷ്ടപ്പെടുന്ന സുദേവൻ കൽപ്പറ്റയ്ക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ദൂരെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കണമെന്നില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ അടുത്ത് ഉള്ള സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളും പള്ളികളും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പല സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവിടെ പോവുക. നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, അതായത് അടുത്തുള്ള സ്ഥലങ്ങളിൽ പോവുക. അതിനെപ്പറ്റി എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എഴുതുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ നാടിനെ അറിയാനാണ് സുദേവൻ കൽപ്പറ്റ പറയുന്നത്. നമ്മുടെ ചരിത്രം നാട്ടിൽ നിന്ന് തുടങ്ങുന്നു. സ്വന്തം നാടിനെക്കുറിച്ചുള്ള ചരിത്രബോധമാണ് ഉണ്ടാവേണ്ടത് എന്നാണ് പ്രസിദ്ധനായ ദേശചരിത്രകാരൻ സുദേവൻ കൽപ്പറ്റ പറയും. അവനവനെക്കുറിച്ചറിയുക, നാടിനെക്കുറിച്ചറിയുക, ദേശത്തെക്കുറിച്ചറിയുക. എന്തായാലും സുദേവൻ കൽപ്പറ്റയ്ക്ക് വലിയ നന്ദി. നമസ്കാരം. പടവുകളിലെത്തിയതിന് വലിയ സ്നേഹം. താങ്ക് യു. നന്ദി ബിജുമാൻ സാർ. താങ്ക് യു.